ഓസ്ട്രേലിയയിലെ പ്രമുഖ വിമാന കമ്പനിയായ ക്വാണ്ടസ് കോവിഡ് കാലത്ത് റദ്ദാക്കിയ വിമാനങ്ങളുമായി ബന്ധപ്പെട്ട ക്ലാസ് ആക്ഷൻ കേസ് ഒത്തുതീർപ്പാക്കി. യാത്രക്കാർക്ക് നൽകിയ ഫ്ലൈറ്റ് ക്രെഡിറ്റുകൾ സംബന്ധിച്ച കേസിൽ 105 ദശലക്ഷം ഓസ്ട്രേലിയൻ ഡോളർ നൽകാനാണ് ക്വാണ്ടസ് സമ്മതിച്ചിരിക്കുന്നത്. ഈ ഒത്തുതീർപ്പിന് ഓസ്ട്രേലിയൻ ഫെഡറൽ കോടതിയുടെ അംഗീകാരം ലഭിക്കേണ്ടതുണ്ട്. 2020 ജനുവരി മുതൽ 2022 നവംബർ വരെ കോവിഡ് യാത്രാ നിയന്ത്രണങ്ങളെ തുടർന്ന് നിരവധി ക്വാണ്ടസ് വിമാനങ്ങൾ റദ്ദാക്കിയിരുന്നു. യാത്രക്കാർക്ക് പണം തിരികെ നൽകുന്നതിനു പകരം ഉപയോഗത്തിന് നിയന്ത്രണങ്ങളുള്ള ഫ്ലൈറ്റ് ക്രെഡിറ്റുകളാണ് ക്വാണ്ടസ് നൽകിയത് എന്നതായിരുന്നു കേസിന്റെ പ്രധാന ആരോപണം. 2023 ഓഗസ്റ്റിൽ എക്കോലോ എന്ന നിയമസ്ഥാപനമാണ് ക്വാണ്ടസിനെതിരെ ഈ ക്ലാസ് ആക്ഷൻ കേസ് ഫയൽ ചെയ്തത്. വിമാനങ്ങൾ റദ്ദാക്കുമ്പോൾ യാത്രക്കാർക്ക് കരാർ പ്രകാരം നേരിട്ട് പണം തിരികെ ലഭിക്കാൻ അവകാശമുണ്ടായിരുന്നെന്നും അതിന് പകരം നിയന്ത്രിത ട്രാവൽ ക്രെഡിറ്റുകളാണ് നൽകിയതെന്നും എക്കോലോ പങ്കാളി ആൻഡ്രൂ പാൾ ചൂണ്ടിക്കാട്ടി. ഈ ഒത്തുതീർപ്പ് ക്വാണ്ടസിന്റെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കൾക്ക് നഷ്ടപരിഹാരം ലഭിക്കാൻ വഴിയൊരുക്കുമെന്ന് നിയമപ്രതിനിധികൾ പറഞ്ഞു. ക്ലാസ് ആക്ഷൻ കേസിന് മുമ്പ് ക്വാണ്ടസ് നൽകിയ വാഗ്ദാനത്തിന് പുറമെയാണ് ഈ ഒത്തുതീർപ്പ് തുക. അതിനാൽ അർഹരായ ഉപഭോക്താക്കൾക്ക് നിലവിലുള്ള റീഫണ്ടിന് പുറമെ അധിക നഷ്ടപരിഹാരവും ലഭിക്കും. ഫെഡറൽ കോടതി അംഗീകരിച്ചാൽ എക്കോലോവും ക്വാണ്ടസും ചേർന്ന് ബാധിതരായ ഉപഭോക്താക്കളെ നേരിട്ട് വിവരമറിയിക്കുകയും നഷ്ടപരിഹാരത്തിനായി എങ്ങനെ അപേക്ഷിക്കാമെന്ന് വ്യക്തമാക്കുകയും ചെയ്യും. ഈ തുക നേരത്തെ തന്നെ തങ്ങളുടെ സാമ്പത്തിക കണക്കുകളിൽ ഉൾപ്പെടുത്തിയിരുന്നതായി കമ്പനി പ്രസ്താവനയിൽ അറിയിച്ചു. പണമടവ് 2027 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ നടക്കുമെന്നും അവർ വ്യക്തമാക്കി. ക്രിസ്റ്റീന ബെന്നി, 24 ന്യൂസ്, ഓസ്ട്രേലിയ.